ഹായ്, കുട്ടിയിലാണ്. ഞാനിപ്പോൾ ഡെൻസിറ്റിയിലാണുള്ളത്. PRP ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി PRP ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഞാൻ ഓൾറെഡി PRP മുന്നേ ഒരു 2-3 വട്ടം ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോയത്. കാരണം ഒരു 2-3 കൊല്ലമായിട്ട് മുടി കൊഴിച്ച് ഭീകരമായിരുന്നു. അപ്പോൾ പറയാൻ പറ്റില്ല എപ്പോഴാണ് മുടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് PRP ചെയ്തിട്ടാണ് വീട്ടിനുള്ളിൽ വരുമ്പോൾ തിരിച്ചിറങ്ങിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട് തൗഫീഖ് ഏട്ടൻ ഇവിടെ ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എൻ്റെ മുടിയൊക്കെ നോക്കി കണ്ടിട്ട് പറഞ്ഞു ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ വീണ്ടും PRP ചെയ്താൽ മതി, കുറച്ച് മെഡിസിനൊക്കെ അപ്ലൈ ചെയ്താൽ മതി, ഇത് തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ PRP ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. PRP എനിക്ക് അറിയാം, മുന്നേ ചെയ്തിട്ടുള്ളത് നല്ല പെയിനായിരിക്കും. അതാണ് അതിന് ചോദിച്ചു PRP ചെയ്തിട്ട് ഞാൻ പറയുമോ PRP ചെയ്തതിന് മുന്നേ പറയാം. ഞാൻ നേരത്തെ പറയാൻ കാര്യം പിന്നെ വേദന എടുത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും സത്യത്തിൽ എനിക്ക് വലിയൊരു ഇതുള്ളത്, കാരണം നമുക്ക് എല്ലാവർക്കും മുടി കൊഴിച്ചിലുള്ളവർക്കും അങ്ങനെ കഷണ്ടി അങ്ങനെ ഉള്ള എല്ലാവർക്കും ഇവിടേക്ക് വരാം. കാരണം നോർമലി ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, എല്ലായിടൊന്നും അല്ല, നോർമലി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആളിനെ അവർക്ക് അതല്ലേ പിടിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പറ്റും. പക്ഷെ എൻ്റെ അടുത്ത് ചെയ്യേണ്ടതാണ് പറഞ്ഞത്. സത്യൻ ചേട്ടനാണ് കറക്റ്റ് ഇങ്ങോട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. സത്യൻ ചേട്ടന് വലിയൊരു താങ്ക് യു. അപ്പോൾ എന്തായാലും PRP ചെയ്തിട്ട് ബാക്കി പിന്നെ സംസാരിക്കും. ഹായ്, അപ്പോൾ PRP കഴിഞ്ഞു. എൻ്റെ എക്സ്പ്രഷനിൽ നിന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരുപാട് പെയിൻ. വലിയ പെയിനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നോർമലി നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പെയിൻ പോലും ഉണ്ടാവില്ല. അതിനേക്കാൾ കുഞ്ഞു പെയിനാണ്, പക്ഷേ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ തലയിലേക്ക് ആയതുകൊണ്ടുള്ള ചെറിയൊരു ഇതുണ്ടാവും നമുക്ക് ഇങ്ങനെ എടുക്കും. പക്ഷേ നന്നായിരുന്നു. അത് എടുത്ത് കഴിയുമ്പോൾ എനിക്കിപ്പോൾ തലയ്ക്ക് നല്ല സുഖമാണ്. അപ്പോൾ അതുപോലെ അത് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ചെറിയൊരു പെയിനേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് സഹിക്കാവുന്ന വേദനയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് പല നാട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്, പ്രോഗ്രാമിനോ ഷൂട്ടോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ ചെല്ലുമ്പോൾ പല വെള്ളങ്ങൾ മാറി കുളിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെയാണ്, മുടി ഉള്ളു കുറവാണ്. അപ്പോൾ അതിൻ്റെ പാരമ്പര്യമൊക്കെ ആയിരിക്കും എനിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വെള്ളം മാറി കുളിക്കുന്നതിൻ്റെയും കാലാവസ്ഥയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഓൾറെഡി വിചാരിച്ചിരുന്നത് എനിക്കിനി ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റേഷൻ്റെ അങ്ങനെ മുടി നട്ട് വളർത്തേണ്ട ഒരു സമയം ആയിട്ടില്ല. ഇപ്പോൾ PRPയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും, മെഡിസിനിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നത്. എല്ലാവരും എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുടിയെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും ഒരു പരസ്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയുവാണെന്ന് നിങ്ങൾ ഇത് കാണുന്നവരാരും വിചാരിക്കരുത്. നിങ്ങൾക്ക് നമ്മളെപ്പോഴും നമ്മുടെ സൗന്ദര്യത്തിൻ്റെയൊക്കെ ഭാഗമാണ് മുടി. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മുടി കൊഴിച്ചിലുള്ളവർക്കോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡെൻസിറ്റിയിലേക്ക് വരാം. കാരണം വളരെ കൺവിൻസ്ഡ് ആയിട്ടാണ് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വരാം. കൊച്ചിയിൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും PRP കഴിഞ്ഞു, ഒരു മെഡിസിൻസ് തന്നിട്ടുണ്ട്. ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്തിട്ട് ആണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ അടുത്ത് നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. നിലവിൽ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ PRP കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അടിപൊളി.